രാജ്ഭവന് CRPF സുരക്ഷ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ CPIM ക്രമസമാധാനം സംസ്ഥാന വിഷയമാണെന്നായിരിക്കെ കേന്ദ്രസേനയെ സുരക്ഷ ഏൽപ്പിച്ചത് അധികാരത്തിലേക്കുള്ള അതിക്രമമാണെന്നാണ് വിമർശനം. BJPയുടെ അറിവോടെയാണ് ഗവർണർ വിഡ്ഢിവേഷം കെട്ടുന്നതെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. CRPF വന്നാലും പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്കും പ്രതികരിച്ചു. ആക്രമിക്കപ്പെടുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ട് കേന്ദ്ര ഇടപെടൽ ക്ഷണിച്ചു വരുത്തുകയാണ് ഗവർണറുടെ നീക്കമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഗവർണറുടെ നീക്കങ്ങളെന്നും CPM സംശയിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഈ വിഡ്ഢിവേഷം യഥാർത്ഥത്തിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവിടെ എന്നെ ആക്രമിക്കുന്നു എന്ന ഒരു നില വരുത്തി കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ മേലെ നിലപാട് നടപടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതൊന്നും കേരളീയ സമൂഹത്തിൽ ഏശാൻ പോകുന്നില്ല. ഗവർണറുടെ സുരക്ഷയ്ക്കായി CRPF വന്നാലും പ്രതിഷേധത്തിൽ അയവുവരുത്തേണ്ടെന്നാണ് CPM തീരുമാനം. SFIക്കൊപ്പം മറ്റ് വർഗബഹുജന സംഘടനകളും പ്രതിഷേധ പരിപാടികൾ അണിചേർന്നേക്കും. ഗവർണറുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും കോട്ട സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ പ്രതിഷേധിച്ചിട്ടുണ്ട്, അതുണ്ടാവും. അതിന് CRPF വന്നാലും ഉണ്ടാവും. സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിലേക്കുള്ള കടന്നുകയറ്റത്തെ മുന്നണി എന്ന നിലയിലും ശക്തമായി എതിർക്കാനാണ് തീരുമാനം. ഗവർണറുടെ നടപടിയെ വിമർശിച്ച് CPIM ശക്തമായി രംഗത്തുണ്ട്. ഓരോ വിധത്തിലും വളരെ ഇൻഡിഫറൻ്റായി പെരുമാറുക എന്നുള്ള ഒരു ശീലത്തിലേക്ക് അദ്ദേഹം പോകുന്നു. കരിങ്കൊടി കാണിച്ചവരെ പോലീസ് തടുത്തു നിർത്തുമ്പോഴും അവരുടെ മുമ്പിലേക്ക് പോയി അവരെ വെല്ലുവിളിക്കുക, പൊതുനിരത്തിലിരിക്കുക, FIR കിട്ടിയിട്ട് പോകൂ എന്ന് വാശി പിടിക്കുക, സാധാരണ രാഷ്ട്രീയക്കാരോ യുവജന സംഘടനകളോ പോലും പറയാത്ത വിധത്തിൽ ഒരു ഘട്ടത്തിൽ പെരുമാറുന്നത് ഒരു മര്യാദയ്ക്ക് നിരക്കാത്ത കാര്യമാണ്. ഗവർണറുടെ നടപടിക്കെതിരെ കക്ഷിഭേദമന്യേ എല്ലാവരും ഒരുക്കണമെന്ന് CPMഉം LDFും ആവശ്യപ്പെടുന്നു. ഇതുവഴി കോൺഗ്രസിലും UDFിലും ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നാണ് കരുതുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.